പാചകം, വൃത്തിയാക്കൽ, കുട്ടികളെ സ്കൂളിൽ വിടൽ, മറ്റ് വീട്ടുജോലികൾ തുടങ്ങിയ പോലീസിംഗിതര ജോലികൾ ചെയ്യാൻ മുതിർന്ന ഉദ്യോഗസ്ഥർക്കൊപ്പം കോൺസ്റ്റബിൾമാരെയും നിയോഗിച്ചിരുന്ന കൊളോണിയൽ കാലഘട്ടത്തിലെ ഓർഡർലി സമ്പ്രദായം നിർത്തലാക്കിയിരിക്കുകയാണ് കർണാടക പോലീസ്. കർണാടക സംസ്ഥാന പോലീസ് മേധാവി MA സലീമാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. പോലീസ് ഉദ്യോഗസ്ഥരെ പേഴ്സണൽ അറ്റൻഡർമാരായി വിന്യസിക്കുന്ന ദീർഘകാല രീതി അവസാനിപ്പിക്കാനും പകരം അവരെ പ്രധാന പോലീസിംഗ് ഡ്യൂട്ടികൾക്കായി ഉപയോഗിക്കാനുമാണ് ഈ നീക്കം ലക്ഷ്യമിടുന്നത്. പോലീസ് വകുപ്പിൽ നിലവിലുള്ള ഓർഡർലി സംവിധാനം പരിഷ്കരിച്ചുള്ള സർക്കാർ ഉത്തരവിനെ തുടർന്നാണ് തീരുമാനം. ഉത്തരവ് നടപ്പാക്കുന്നതിന്റെ ഭാഗമായി മുമ്പ് അത്തരം ചുമതലകൾക്ക് നിയോഗിക്കപ്പെട്ടിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ മാറ്റി സ്ഥാപിക്കുന്നതിനായി 373 തസ്തികകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. പോലീസ് വകുപ്പിലെ വിവിധ റാങ്കുകളിലായി 2447 തസ്തികകളിലാണ് പുനഃസംഘടന നടക്കുക. പുതുക്കിയ സംവിധാനത്തിൽ 373 ഓർഡർലി ഉദ്യോഗസ്ഥർ തുടരും. അതേസമയം നിലവിൽ ഓർഡർലികളായി വിന്യസിച്ചിരിക്കുന്ന 3320 പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ട് പോലീസിംഗ് ഡ്യൂട്ടികൾക്കായി പുനർവിന്യസിക്കും. ഓർഡർലികൾക്ക് പകരമായി ഉദ്യോഗസ്ഥർക്ക് അവരുടെ റാങ്ക് അനുസരിച്ച് പ്രതിമാസ അലവൻസ് നൽകും. നിലവിലുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ച് ചില മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് പാചകക്കാർ, പരിചാരകർ, ഡ്രൈവർമാർ തുടങ്ങിയ പരിമിതമായ സ്റ്റാഫ് പിന്തുണ നൽകാമെന്നും എന്നാൽ ഇരട്ട ആനുകൂല്യങ്ങൾ അനുവദിക്കില്ലെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഉത്തരവ് വഴി കൊളോണിയൽ കാലഘട്ടം മുതൽ പോലീസ് വകുപ്പിൽ ഉണ്ടായിരുന്ന സമ്പ്രദായമാണ് ഇല്ലാതാകുന്നത്.